ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗ് കൊണ്ടാണ്. ഇന്നത്തെ വ്ളോഗിൽ 1-2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. പിന്നെ മെയിനായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അടുപ്പ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചിട്ട് പുതിയ അടുപ്പുണ്ടാക്കി ഒരൊറ്റ ദിവസം കൊണ്ടാണ് എല്ലാം റെഡിയാക്കിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ 1-2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കൂടി മിക്സ്ഡപ്പ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കാനും മറക്കരുത്. പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യണം. അപ്പോൾ ശരി, നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയൊരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. ഇന്ന് ദോശ അല്ലാണ്ട് പുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ദോശ വേണം. പിന്നെ ഇവിടെ പുട്ട് കഴിക്കാത്ത 1-2 പേരുണ്ട്. അപ്പം അവർക്കാണ് കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, കടലക്കറിയുമാണ്. അപ്പോൾ ഇത് ഞാൻ മസ്ബി റൈസ് ഉണ്ടാക്കിയല്ലോ, ആ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിന് ശേഷം പറയാം. പിന്നെ അന്ന് കുറച്ച് കടല കൂടി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള വേറൊരു സംഭവമാണ് കടല വറുത്തത്. അപ്പോൾ നമ്മൾ കടല വാങ്ങിച്ചിട്ട് അത് വറുക്കലാണ്. പിന്നെ നമ്മുടെ ചക്ക പഴുത്തോന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചക്കൊക്കെ പഴുത്തു. അപ്പോൾ അതുകൊണ്ട് കുറേ കഴിച്ചു. പിന്നെ ബാക്കിയുള്ളത് ലാസ്റ്റൊക്കെ വന്നപ്പം പഴുപ്പ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിൽക്ക് ഷേക്ക് ഒന്ന് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ കടല വറുക്കുന്നത് നാത്തൂനാട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കടല സ്റ്റോക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കും. വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വറുത്ത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വീണ്ടും വറുക്കലാണ്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ചക്ക മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുവാണ്. പഴുപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കാൻ തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ചക്ക കൊണ്ട് അങ്ങനെ സ്പെഷ്യൽ റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കിയില്ല, കാരണം എല്ലാവർക്കും കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ നമ്മൾക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിച്ചു. പിന്നെ കുറച്ച് ബാക്കിയുള്ളത് ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ. പിന്നെ കടല വറുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉപ്പിൽ കടല വറുക്കുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീണ്ടും കാണിക്കാഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മസ്ബി റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, റെസിപ്പി വീഡിയോ മാത്രമായിട്ട്. അപ്പോൾ പിന്നെ ഇതിലിപ്പം കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണിത്. അങ്ങനെ മസ്ബി റൈസ് ഉണ്ടാക്കി കഴിച്ചു. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി ഞാൻ നെക്സ്റ്റ് ഡേത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അറിയുന്നുണ്ടാവും, നമ്മളിപ്പോൾ തറവാട് വീട്ടിലാണുള്ളത്. ഒരുപാട് പഴക്കമുള്ള വീടാണ്, പുതിയ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം തറവാട് വീട്ടിലുള്ള പഴയ അടുപ്പ് ഒന്ന് പൊളിച്ചിട്ട് പുതിയതാക്കാൻ പോവുകയാണ്. ഇതാണ് പഴയ അടുപ്പ് കേട്ടോ. അപ്പോൾ അടുപ്പ് കണ്ടാൽ മനസ്സിലാവും, അടുപ്പൊക്കെ പൊങ്ങിയിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് കൂടുതലും ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. കണ്ടോ, അടുപ്പൊക്കെ ആകെ കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വ്യൂവർ, ഒരു സബ്സ്ക്രൈബർ എന്ന് വേണമെങ്കിൽ പറയാം, അവർ സ്ഥിരം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വർഷങ്ങളോളമായിട്ട് അടുപ്പുണ്ടാക്കുന്ന ടീമാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ അടുപ്പിന് ഇങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ നമ്മളൊരു അടുപ്പ് വെച്ചെന്നാൽ നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞിരുന്നു അവരോട്, നമ്മുടെ വീട് ഇപ്പം പഴയ വീടാണ്, പുതിയ വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അതിലേക്ക് ആക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ വയ്ക്കാം, എന്നിട്ട് നമുക്ക് പുതിയ വീടാക്കുമ്പം അവിടേക്ക് നമുക്കിത് മാറ്റി വെക്കാൻ പറ്റുന്ന തരം അടുപ്പാണ്, പുതിയ മോഡലാണ്, 20 വർഷം ഗ്യാരൻറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പഴയ അടുപ്പിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അകത്തൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ ഈ സ്റ്റീലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ പുതിയ അടുപ്പിന് ഇത് കാസ്റ്റ് അയൺ ആണ് കൊടുത്തിട്ടുള്ളത്, പഴയ അടുപ്പിനകത്തൊക്കെ ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പൊട്ടാനുള്ള കാരണമൊക്കെ. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ പൊട്ടുമില്ല, വരാനുള്ള ചാൻസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അത്രയും വാറൻറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു അടുപ്പിന്. പിന്നെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ കനം കണ്ടോ, സ്റ്റീൽ അത്യാവശ്യം കനമുള്ളതാണ്. അതായത് 2 mm ആണ് സ്റ്റീലിൻ്റെ കനം വരുന്നത്, 304 ഗ്രേഡ് വരുന്നത് കേട്ടോ. അതുപോലെ ഈ പുതിയ അടുപ്പിൻ്റെ സ്റ്റീലിൻ്റെ അടിയിൽ 18 mm കാസ്റ്റ് അയൺ ഷീറ്റും വരുന്നുണ്ട്. അതുപോലെ അടുപ്പിൻ്റെ ഉള്ളിൽ റൗണ്ട് ഉണ്ടല്ലോ, അത് കാസ്റ്റ് ആൻഡ് സിലിണ്ടറാണ് വരുന്നത്. മുമ്പത്തെ അടുപ്പിന് അങ്ങനെയൊന്നുമില്ല, മണ്ണുകൊണ്ടാണ്. ഇത് ഈ ഒരു സിലിണ്ടറാണ് ഇതിനകത്ത് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം.
പിന്നെ ഈ വിറക് വെക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതും സ്റ്റീലാട്ടോ. അതുപോലെ ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്യാനും എളുപ്പമാണ്, കാരണം ഇങ്ങനെ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഇതാണ് ആ ഒരു ഇരുമ്പിൻ്റെ സിലിണ്ടർ എന്ന് പറഞ്ഞല്ലോ, അത് അത്യാവശ്യം നല്ല കനമുണ്ട്. ഇങ്ങനെ ഇരുമ്പിൻ്റെ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം ഈട് നിൽക്കും ചെയ്യും. അങ്ങനെ നമ്മുടെ വീട്ടിലെ പഴയ അടുപ്പ് പൊളിക്കുവാണ്. പഴയതാണെങ്കിലും നമ്മൾ ഇത്രയും കാലം കത്തിച്ചതുകൊണ്ടൊക്കെ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. പൊളിക്കുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമം തോന്നി. പിന്നെ എന്തായാലും ഇൻഷാ അല്ലാ പുതിയ വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പഴയ വീട് പൊളിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇവിടെ ഈ പൊളിക്കുന്ന ഈ അടുപ്പുണ്ടല്ലോ, അത് പുകയില്ലാത്ത അടുപ്പൊക്കെ തന്നെയാണ്. പക്ഷേ ഒരൊറ്റ പുകയും പുറത്തേക്ക് പോവില്ല എന്നുള്ളൂ. അത്യാവശ്യം കത്തിച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് തന്നെ ചുറ്റിക്കറങ്ങി നടക്കും പുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ അടുപ്പ് വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ പറയണ്ട കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വെക്കാൻ പോകുന്ന അടുപ്പുണ്ടല്ലോ, പുതിയ അടുപ്പ്, അതിന് അവർ 20 വർഷത്തെ ഗ്യാരണ്ടിയാണ് തരുന്നത്. പുക പോകാത്ത പ്രശ്നമോ അല്ലെങ്കിൽ കത്താത്ത പ്രശ്നമോ എന്തുണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. 20 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ അവർ വെക്കാൻ പോകുന്ന അടുപ്പിൻ്റെ സ്റ്റീലിന് 10 വർഷത്തെ ഗ്യാരണ്ടിയും ഉണ്ട് കേട്ടോ. പിന്നെ ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ തെളിവുണ്ടല്ലോ, അതുപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഈ ഒരു മോഡലല്ലാത്ത പല മോഡൽ അടുപ്പുകളും ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത്. ഞാൻ നോർമൽ മോഡൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു അടുപ്പിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അവർ ചെയ്തിട്ടുള്ള അടുപ്പ് തന്നെയായിരുന്നു. ആ ഒരു മോഡലിന് അൽഫാമിനുള്ള സ്പേസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വെക്കാമെന്ന് പറഞ്ഞിരുന്നു അവർ. പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം അതിൻ്റെ സ്പേസ് വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാ പുതിയ വീട് ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ അത് വെച്ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ. ഞാൻ ആദ്യം വിചാരിച്ചു ഒരുപാട് സമയമൊക്കെ എടുക്കുമെന്ന്. പക്ഷേ രാവിലെ വന്നിട്ട് ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അടുപ്പിൻ്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ വീടുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എത്ര സമയം എടുത്താലും കുഴപ്പമില്ല അടുപ്പിൻ്റെ പണിക്കൊക്കെ, കാരണം നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷേ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ അടുപ്പിൻ്റെ പണി എന്ന് പറയുമ്പോൾ അത് അധികം സമയം എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ കിച്ചണിൽ വരാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ. പക്ഷേ ഇത് പെട്ടെന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഓരോ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. ഫുൾ ടൈം എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, എന്നാലും മാക്സിമം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ആ ഒരു കാസ്റ്റ് അയണിൻ്റെ സിലിണ്ടറൊക്കെ വെച്ചു. അപ്പം അത് മുമ്പത്തെ അടുപ്പിൽ ഞാൻ പറഞ്ഞല്ലോ അത് മണ്ണുകൊണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാസ്റ്റ് അയണിൻ്റെ സിലിണ്ടറൊക്കെ ആകുമ്പോൾ അടുപ്പ് പൊട്ടാനുള്ള ചാൻസൊക്കെ ഭയങ്കര കുറവാണ്. അങ്ങനത്തെ ചാൻസ് ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അത്രയും വർഷം ഗ്യാരണ്ടിയൊക്കെ തരുന്നത് ഈ ഒരു അടുപ്പിന്. ഇതിങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കുട്ടികൾ കരഞ്ഞപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ, ഇവർക്ക് ഫുഡ് വല്ലതും കൊടുക്കണ്ടേ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേക്കും അവർ ഏകദേശം അത് തീർത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സ്റ്റേജിലെത്തി അതിനിടയ്ക്ക്. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന്. നമ്മളതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ടാക്കും വേണമല്ലോ. കിച്ചണ് മൊത്തം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു വീട്ടിലുണ്ടാക്കിയ ഫുഡ് മതി, നിങ്ങൾ ഉണ്ടാക്കുന്നത് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അവർക്കുള്ള ഫുഡ് ഓർഡർ ഉണ്ടാക്കാൻ പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ നമ്മളെ ഒരു പാർട്ട് വെച്ചു കേട്ടോ. പിന്നെ ഇതുപോലെ അടുപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കത്തിക്കാനൊന്നും പറ്റില്ല. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കറക്റ്റ് ഫീഡ്ബാക്ക് തരണ്ട കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ അവർ വരുമ്പം ഈ അടുപ്പിൻ്റെ കൂടെ പുകക്കുഴലും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പം ഇപ്പോൾ പഴയ വീടിൻ്റെ ഈ പുകക്കുഴൽ മാറ്റുന്ന സമയത്ത് ഇനി വല്ല എന്തെങ്കിലും ഇഷ്യൂസ് വരുമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ള പുകക്കുഴൽ തന്നെ അവരൊന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അടുപ്പ് 2 പാർട്ടായിട്ടാണ് ഉള്ളത്. അതായത് വിറക് വെക്കുന്നത് ഒരു പാർട്ടും പിന്നെ നമ്മൾ പാത്രം വെക്കുന്നത് ഒരു പാർട്ടും. അപ്പോൾ നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം വെക്കുന്ന അവിടെ ഭയങ്കര ചൂടുണ്ടാവും. പക്ഷെ വിറക് വെക്കുന്ന അവിടെ 2 ഭാഗത്തും സ്റ്റീലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ചൂടുണ്ടാവില്ല. ഈ നമ്മൾ പാത്രം വെക്കുന്ന ആ ഒരു ഭാഗം, കത്തുന്ന ഭാഗം മാത്രമേ ചൂടുണ്ടാവുള്ളൂ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ അവർക്ക് വീട്ടിലുണ്ടാക്കിയ ഫുഡ് മതിയെന്നും പറഞ്ഞു. പിന്നെ പുറത്തുനിന്ന് 2 പേർക്കായിട്ട് ഫുഡ് കൊണ്ടുവരില്ല എന്നും പാർസൽ കിട്ടാനും കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് അത് ചിക്കൻ 65 ഉണ്ടാക്കുകയാണ്. പിന്നെ ചോറൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ അവർ വരുന്നതിന് മുമ്പ് തന്നെ ചോറ് വേഗം അടുപ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൻ്റെ അകത്ത് ഫുള്ള് പൊടിയും മണ്ണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുക്കിങ്ങിനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ പുറത്ത് ഒരു ചെറിയൊരു കൊലായി പോലെ ഉണ്ട്. അപ്പം അവിടെയാണ് ഇപ്പം ഈ ഒരു ടേബിളൊക്കെ വെച്ചിട്ട് ഈ അടുപ്പല്ല സ്റ്റൗ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കുക്ക് ചെയ്യാൻ നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ സാധനങ്ങളൊക്കെ കിച്ചണിലാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവരലും എല്ലാം കൂടി ആയിട്ട് എന്തായാലും അത്യാവശ്യം ഒരു നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിൾ അല്ലായിരുന്നു. കുറച്ചൊരു ടൈമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ. പിന്നെ കറി പപ്പായ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പപ്പായ കാബേജ് പോലെയുള്ള ഉപ്പേരി ഉണ്ടാക്കുവാണ്. പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചോറ്, മോര്, പിന്നെ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പഴവും താള് ഒക്കെ കൂടി കൂട്ടിയിട്ടുള്ളൊരു കൂട്ടാനാണ്. പിന്നെ ക്യാബേജ് പോലെ പപ്പായ ഉണ്ടാക്കിയതാണ്. പിന്നെ പപ്പായ പുളിങ്കറി, ചിക്കൻ 65, പപ്പടം, പിന്നെ കൈപ്പങ്ങയുടെ അച്ചാറും. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവർക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം. പിന്നെ അവർ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കലും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രാനൈറ്റൊക്കെ ഒട്ടിച്ചു, ടൈൽസ് ഒട്ടിക്കുന്ന ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായക്കുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കുവാണ്. കട്ട്ലറ്റ് ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഫ്രൈ ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ ഗ്രാനൈറ്റും ടൈൽസും ഒക്കെ ഇടാനുള്ളത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അല്ലെങ്കിൽ അടുപ്പ് മാത്രം ചെയ്യുകയാണെങ്കിൽ ഇത്രയും സമയമൊന്നും ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അവരൊരു ദിവസം 2 വീടുകളിൽ വരെ അടുപ്പ് ചെയ്യാൻ പോകാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം അത്രയും പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. പിന്നെ പുതിയ വീട് ഉണ്ടാക്കുന്നവർക്കൊന്നും അടുപ്പിൻ്റെ കൂടെ ഗ്രാനൈറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അതൊക്കെ നമ്മൾ വീടിന് മൊത്തത്തിൽ എടുക്കുന്നതല്ലേ. പിന്നെ പഴയ വീട്ടിലെ അടുപ്പ് പൊളിച്ച് ശരിയാക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഗ്രാനൈറ്റിൻ്റെയും ടൈൽസിൻ്റെ ഒക്കെ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിച്ചു നോക്കൂ കേട്ടോ. ഇവിടെ പിന്നെ എനിക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് അവരെനിക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അതൊക്കെ അവർ ചെയ്യാറുണ്ട്, പക്ഷെ അവർക്ക് അതിനുള്ള സമയം ഉണ്ടാവാത്തതുകൊണ്ടാണ് എല്ലാം കൂടി ചെയ്യാൻ നിൽക്കാത്തതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇവർ പാരമ്പര്യമായിട്ട് അടുപ്പുണ്ടാക്കുന്ന ആൾക്കാരാണത്രേ. ഇപ്പോൾ ഇവരുടെ ഉപ്പയായിരുന്നത്രേ ആദ്യം ഇത് തുടങ്ങിയത് 20 വർഷങ്ങൾക്ക് മുമ്പ്. 20 വർഷമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫീൽഡിലുണ്ട്. പിന്നെ ഇപ്പോൾ ഉപ്പാക്ക് വയ്യാത്തതുകൊണ്ട് മോനാണ് ഇപ്പോൾ ചെയ്യുന്നത്, അങ്ങനെ അവർ പറഞ്ഞത്. അപ്പോൾ കേരളത്തിൽ എവിടെയും ഇവർ അടുപ്പ് ഇങ്ങനെ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിച്ചറിയൂ. അപ്പോൾ അടുപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തി. അതിങ്ങനെ അടച്ച് വെക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ യൂസേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെ പോയ ശേഷം ഇതുപോലെ അടച്ച് വെക്കാനും പറ്റും. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോഴത്തെ അടുപ്പൊക്കെ ഇങ്ങനെ അടച്ച് വെക്കാൻ പറ്റും. പിന്നെന്താ, അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു പേപ്പർ സ്റ്റിക്കർ മാറ്റുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുപ്പ്. ശരിക്കും ആ ഒരു സ്റ്റീലാണ് വരുന്നത്, നല്ല കട്ടിയുള്ള സ്റ്റീലാണ് വരുന്നത്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു, എത്ര mm സ്റ്റീലാണെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീണ്ടും പറയുന്നില്ല, ഡീറ്റെയിൽസൊക്കെ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ കാസ്റ്റേനാണ്. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ, അതിൻ്റെ ആ ഒരു ടൈപ്പ് ഇരുമ്പാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള കാസ്റ്റേൺ സിലിണ്ടർ വരുന്നത് കേട്ടോ.
പിന്നെ ചെറിയ കലങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് റിങ്ങും ഉണ്ടാവില്ലേ, അതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അതും സ്റ്റീലിൻ്റെ ആണ്. അങ്ങനെ നമ്മുടെ പുതിയ അടുപ്പിൻ്റെ പണിയൊക്കെ തീർന്നു. അപ്പോൾ ഇതാ നമ്മുടെ പുതിയ അടുപ്പ്. പിന്നെ അതിൻ്റെ താഴെയുള്ള കച്ചറൊക്കെ അവർ തന്നെ റിമൂവ് ചെയ്ത് തന്നു കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ക്ലീൻ ആക്കിക്കോളാന്ന്. പിന്നെ അവർ കുറേയൊക്കെ അവർ ക്ലീനാക്കി തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അടുപ്പ്. നമ്മുടെ കിച്ചൻ്റെ ആ ഒരു ഇതന്നെ എന്താ പറയുക, ആ ഒരു സ്റ്റൈൽ തന്നെ മാറിപ്പോയി. നമ്മുടെ പഴയ അടുപ്പും പുതിയ അടുപ്പും കൂടിയുള്ള ഒരു ഡിഫറൻസ് കണ്ടോ? അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുണ്ട് പഴയ അടുപ്പിൻ്റെ ആ ഒരു കോലം. പുതിയ അടുപ്പ് ഇങ്ങനെ വരുന്നത്. നല്ല ഫിനിഷിങ് വരുന്നുണ്ട്. ഇനി ബാക്കി ഞാൻ അടുപ്പ് കത്തിച്ചതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ അവരുടെ വക വേറൊരു സ്പെഷ്യൽ അടുപ്പും കൂടി വരുന്നുണ്ട്. അത് ഞാൻ 1-2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ കാണിക്കാം. ആ അടുപ്പിൻ്റെ വിശേഷങ്ങൾ. സൂപ്പർ അടുപ്പാട്ടോ, പേര് തന്നെ അടിപൊളിയാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അത് വെച്ചിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്യുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അടുപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് നോർമലായിട്ടുള്ള അടുപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് വേറൊരു ടൈപ്പും കൂടി ഉണ്ട്, ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ ഈ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇത് വേറൊരു സ്ഥലത്ത് നിന്നുള്ള ക്ലിപ്പ് എനിക്ക് അവർ അയച്ചെന്നാണ്. അപ്പം ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വെക്കാം. ഇനിയിപ്പോൾ അത് വേണ്ടാന്നാണെങ്കിൽ അത് ഷോ പോലെ ഇങ്ങനെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെക്കാൻ പറ്റും, ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഗ്രില്ലിങ്ങിൻ്റെ പാൻ എടുത്തിട്ട് അതുപോലെ വെച്ച് കൊടുക്കുക. അൽഫാമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് അടുപ്പാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലിതൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നൊരു ടൈപ്പ് അടുപ്പാണിത്. സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ പഴയ വീട്ടിലോട്ട് ഇനിയിപ്പം ഇതും കൂടി വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാൻ കേട്ടോ. അപ്പം പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അടുപ്പ് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലെ അടുപ്പ് ആവശ്യമുള്ളവർക്ക്, പഴയ വീട്ടിൽ പുതിയ അടുപ്പ് ഉണ്ടാക്കണം എന്ന് ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ പുതിയ വീട് ഉണ്ടാക്കുന്നവർക്ക് അടുപ്പിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് നല്ല എന്താ പറയുക, കണ്ടിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും. ബൈ, താങ്ക് യു.